കടലിൻ്റെ അടിത്തട്ടിലെ കല്ലുകളിൽ വല വിരിച്ചാണ് ഇവരിത് പിടിക്കുന്നത്. അപ്പോൾ അത് വളരെ കൂർത്ത കല്ലുകളും മുരിപ്പുകളിലുമാണ് ഈ വല വിരിക്കുന്നത്. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ട് വല വിരിക്കുകയും ആ വല പൊട്ടാതെ വെള്ളത്തിൻ്റെ നീരൊഴുക്കിനനുസരിച്ച് ആ വല തിരിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ ഇത് വളരെ സംരക്ഷിതമായ പട്ടികയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളി വിഭാഗമാണ്. അപ്പോൾ ഇതിൽ ജോർജ് എന്ന് പറഞ്ഞ വളരെ മുൻപുണ്ടായിരുന്ന ജോർജ് എന്ന് പറഞ്ഞ ഒരു അഗ്രഗണ്യനായ മത്സ്യത്തൊഴിലാളി ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകൻ പൈതൃകമായി കിട്ടിയ ഈ തൊഴിലിനെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ള അറിവുകളും പരിജ്ഞാനവും കഴിവുമാണ് അവർ ഈ മേഖലയിൽ പ്രയോഗിക്കുകയും ഇതിനെ പിടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൗണ്ടിനനുസരിച്ചാണ് വില. ഒരു 500 കൗണ്ട് അല്ലെങ്കിൽ ഇത്ര കൗണ്ടിന് 1000, 1500 രൂപ, ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞിന് 1500, 2000 രൂപ വരെ വില ഇവിടെ ഓപ്പൺ മാർക്കറ്റിലെ ഇവരുടെ ഫിഷ് ലാൻഡിങ് സെൻറ്ററിൽ തന്നെ ഇതിനെ ജീവനോടെ അതിൻ്റെ വ്യാപാരികൾ വന്ന് പർച്ചേസ് ചെയ്യുകയാണ്. അപ്പോൾ ജീവനോടെ എന്ന് പറഞ്ഞാൽ ഇതിനെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ആ കടലിലെ മണ്ണ് അവൻ്റെ ദേഹത്തേക്ക് ഇട്ടിട്ട് അവരൊരു ബോക്സിനകത്താക്കി ഒരു ഹാച്ചറിയിലേക്ക് കൊണ്ടുപോയി ആ ഹാച്ചറിൽ സ്വാഭാവികമായ കടൽ വെള്ളത്തിൽ ഇവനെ സംരക്ഷിച്ചതിന് ശേഷം ഇതിൻ്റെ പ്രത്യേക ബോക്സുകളിലാക്കി ഇവനെ ജീവനോട് തന്നെ ചൈനയ്ക്കും ജപ്പാനിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ അയക്കുന്ന രീതിയാണ് ഇത്.